ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. വാഴ വാഴ 2 എങ്ങനെ സാധിക്കുന്നു? സീരിയസ്ലി മാൻ, എനിക്ക് അങ്ങനെ ചോദിക്കാനാണ് തോന്നുന്നത്. എങ്ങനെ എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ, മിസ്റ്റർ വിപിൻ ദാസ്? അതായത് വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടി ഫീൽ ചെയ്ത് എഴുതുക എന്നൊക്കെ പറയില്ലേ, ആ പരിപാടിയാണ്. ഗംഭീരം, ഗംഭീര പടം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു, ഭയങ്കരമായിട്ട് കണ്ണും നിറഞ്ഞു. അതായത് ഞാൻ വളരെ ഫീൽ ചെയ്തിട്ടാണ് ഇരുന്ന് ഈ പടം കണ്ടത്. പ്രത്യേകിച്ച് ഈ അവസാനമൊക്കെ ആവുന്ന സമയത്ത് ഇടോ, എന്റെ ഇവിടേക്കൊരു പിടുത്തായിരുന്നു. കണ്ണു നിറഞ്ഞു. അത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മടിയോ നാണക്കേടോ ഒന്നുമില്ല. എനിക്ക് മാത്രമായിരിക്കില്ല, പല ആൾക്കാർക്കും സെയിം ഫീലിംഗ് ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എടാ ഗംഭീരം, ഇത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. വല്ലാത്ത ഇമോഷൻസ് ഒക്കെയാണ് ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നത്. നിങ്ങൾ ടിക്കറ്റ് എടുത്തോ? അതായത് എന്തായാലും ഇത് ഞാനിരുന്ന് പറയേണ്ട, അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് ഇരുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും വാഴ കണ്ട ആൾക്കാർ 2 കാണാൻ ടിക്കറ്റ് എടുക്കും. എന്നാലും ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ റിവ്യൂസ് ഒക്കെ വരട്ടെ, നോക്കിയിട്ട് പോവാം എന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ വളരെ ധൈര്യത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇത് നല്ലൊരു സിനിമയാണ്. നിങ്ങൾ പോയി കണ്ടോ. ഇന്ന ആൾക്കാരെന്നൊന്നുമില്ല. ചെറുപ്പക്കാരായിക്കോട്ടെ, ചെറുപ്പം അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, പാരന്റ്സ്, ടീച്ചേഴ്സ്, ബ്രദേഴ്സ്, ഫ്രണ്ട്സ്, എല്ലാവരും പോ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. എനിക്ക് അങ്ങനെ വല്ലാത്തൊരു വിശ്വാസം. കാരണം എനിക്ക് ഞാൻ വളരെ റെയറായിട്ടാണ് ഈ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ആളുകളോട് നിങ്ങൾ പോയി കാണുക എന്നൊക്കെ പറയാറുള്ളത്. അപ്പോ ആ ആ കൂട്ടത്തിൽ ഈ പടത്തെ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ കാണും, ടിക്കറ്റ് എടുത്ത കാണും, നിങ്ങൾ നിരാശപ്പെടില്ല. അത്രയും മൊമെന്റ്സ് ഇതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. ഓഫ് കോഴ്സ് ഇതിന്റെ അകത്ത് കോമഡിയും പരിപാടികളും ഒക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. കോമഡിയും പരിപാടികളൊക്കെ ഉണ്ട്, രസമാണ് അത് കണ്ടിരിക്കാനൊക്കെ. പക്ഷെ ആസ് എ പ്രേക്ഷകൻ ഞാൻ ഈ വാഴ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി പോയത് ഈ കോമഡി കാണാൻ വേണ്ടിയിട്ടല്ല. ഫസ്റ്റത്തെ വാഴയിലാണെങ്കിലും കോമഡി ഉണ്ടായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു. പക്ഷെ അതിന്റെ നല്ലൊരു കണ്ടന്റ് ഉണ്ടെന്നേ. ഈ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ ഫാദർ സൺ റിലേഷൻഷിപ്പ്, ആ ഇമോഷൻ, ആ സെന്റിമെന്റ്സ്, അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ആ പടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പടം കാണാൻ വേണ്ടി പോയപ്പോഴും ഓഫ് കോഴ്സ് എനിക്ക് കോമഡി കാണണം. ബട്ട് കൂടുതൽ ഞാൻ എന്താ പറയാ, താല്പര്യത്തോട് കൂടിയിട്ട് കയറി കണ്ടത് ഈ ഇമോഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ്, ഈ ബോണ്ടിങ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, അതിന് ഞാൻ ത്രില്ല് കണ്ടെത്തും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇതിന്റെ അകത്ത് കിട്ടി. കോമഡികൾ ഒരു സൈഡിൽ കൂടെ പോകുന്നു, ഇപ്പുറത്തേക്കൊക്കെ എത്തുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പിന്റെ എന്തിന്റെ കുറവ് ഇതിന്റെ അകത്തുള്ളത്, ഏത് ഇമോഷൻസിന്റെ കുറവാണ് ഇതിന്റെ അകത്തുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, വളരെ ആത്മാർത്ഥമായിട്ടുള്ള എഴുത്ത്, അല്ലെങ്കിൽ മനസ്സ് തട്ടിയുള്ള ഫീൽ ചെയ്തുകൊണ്ടുള്ള എഴുത്ത് പറയാൻ കാരണം. വിപിൻ ദാസ് ആണ് എഴുതിയിരിക്കുന്നത്, ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ചെയ്ത ആളല്ല. ഇത് ചെയ്തിരിക്കുന്നത് സവിൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ നന്നായി ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു കുറവുമില്ല ഇമോഷൻസിന്റെ കാര്യത്തില്. അച്ഛൻ മകൻ സാധനമുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട്സ് തമ്മിലുള്ളത് ഉണ്ട്, അതേപോലെ തന്നെ ബ്രദേഴ്സ് തമ്മിലുള്ള ആ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും ഒക്കെ ആക്ച്വലി പറ്റണ. അതുകൊണ്ടാണ് നമുക്കും ഈ ഫീലിങ്സും പരിപാടികളൊക്കെ വരുന്നത്. ഇതിൻ്റെ അകത്തും മറ്റേ എന്താ പറയാ, ആലനായിക്കോട്ടെ, അതേപോലെ തന്നെ വിനായക് പുള്ളിക്കാരനായിക്കോട്ടെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ രണ്ടുപേരും. പിന്നെ എന്താ പറയാ, ഹാഷിറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അളിയ എടാ നീ ഇങ്ങനൊക്കെ അഭിനയിക്കായിരുന്ന മുത്ത, നീ ഇങ്ങനൊക്കെ അഭിനയിക്കായിരുന്നു. ഞാൻ സത്യത്തില് എനിക്ക് ഹാഷിറിന്റെ റീൽസും പരിപാടികളൊക്കെ ഇഷ്ടാ. പക്ഷെ ഒരു വലിയ സിനിമയുടെ ഭാഗമായിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു മുഴുനീള കഥാപാത്രം എന്നൊക്കെ പറയുന്ന സമയത്ത് നടക്കുവോ എന്നൊരു തോട്ട് ആക്ച്വലി ഉണ്ടായിരുന്നു. അളിയൻ ആ ഒരു തോട്ടിനെ തെറ്റിച്ച് ഗംഭീരമായിട്ട് ചെയ്തു. തമാശ മാത്രമല്ല, എവരിത്തിങ്, ഒരുമാതിരി കള്ള നോട്ടം, അല്ലെങ്കിൽ ആ കള്ളത്തരം പിള്ളേർ സെറ്റ്, ആ ഒരു സെറ്റപ്പും, അതേപോലെ തന്നെ ഇമോഷൻസ് ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. മൂപ്പരുടെ സാധനങ്ങള്
എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്ന നാച്ചുറൽ. ഇതിന്റെ അകത്തൊരു സിനിമ കാണുക, പക്ഷെ ഒരാളുടെ ഫാദർ ഇതിന്റെ അകത്ത് മരിക്കും. ആ മരിക്കുന്ന സമയത്ത് ഈ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതായത് ഫ്രണ്ടിന്റെ അച്ഛനാണ് മരിക്കുക. ഫ്രണ്ടിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഈ പുള്ളിയുടെ ഒരു ഇമോഷണൽ പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ബോണ്ടിങ് ഉണ്ടെന്നേ, ഒരു വല്ലാത്ത ബോണ്ടിങ് ആണ്. ഫ്രണ്ട്സിന്റെ അച്ഛന്മാരായിട്ടുള്ള ഇവരുടെ ബോണ്ടിങ് പരിപാടി, ഈ സെറ്റപ്പ് ആണ് പറയുന്നത്. ആ ഒരു ലൈഫ് ഉണ്ട്. കോമഡി മാത്രമല്ല, ഒരു ലൈഫുള്ള ഒരു സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ നല്ല ലൈഫുള്ള ഒരു സിനിമയാണിത്. ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ലഹരി, അത് എന്താണ് ഭയങ്കര മെസ്സേജ് കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു സംഭവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എവിടുന്ന് പുല്ല് കിട്ടുന്ന നമുക്ക് നമ്മുടെ കയ്യിലേക്ക്, സ്റ്റുഡൻസിന്റെ കയ്യിലേക്ക് എങ്ങനെ എത്തും, ഇതൊക്കെ ഇതിന്റെ അകത്ത് വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അൽഫോൻസ് പുത്രണ്ടിൽ പോലീസായിട്ട് വരുന്ന ക്യാരക്ടർ കിട്ടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി രസമായിരുന്നു. മൂപ്പര് ഭയങ്കരമായിട്ട് ചെയ്യാൻ അങ്ങനെയല്ല പറയുന്നത്, പക്ഷെ ആ ക്യാരക്ടർ വാസ് നൈസ്. കിടു സ്കൂളിലൊക്കെ ഉള്ള ഒരു പരിപാടികളൊക്കെയാണ്. പിന്നെ വിജയ് ബാബു ഇതിന്റെ അകത്തൊരു നാറി, ഞാൻ വല്ലതും വിളിച്ചോ ആട്ടിരും ചെകിട് പൊട്ടിക്കണം ചങ്ങായിട്ട്. വിജയ് ബാബുവിന്റെ അല്ല, ആ ക്യാരക്ടറിന്റെ. കാരണം അങ്ങനെ ഒരു നാറി എന്റെ സ്കൂളിലും ആക്ച്വലി ഉണ്ടായിരുന്നു. അത് മാഷായിരുന്നില്ല, ഒരു പ്യൂണായിരുന്നു. തേണ്ടി അവന് തന്നെയായിരുന്നു പണി. സദാചാരം. ഇതിൽ വിജയ് ബാബുവിന്റെ ക്യാരക്ടറും അതാണ്. അത് പുള്ളി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി ഉണ്ടല്ലോ, ഈ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എന്താണ് മൊബൈൽ ചെക്കിങ്, അതേപോലെ ഈ റിലേഷൻഷിപ്പ് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കല്. ഓക്കെ, അതൊക്കെ നോക്കിക്കോട്ടെ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഈ പറയുന്ന അതൊക്കെ ശ്രദ്ധയൊക്കെ വേണം. കാരണം ഇവരുടെ തലയിൽ വരാൻ വേണ്ടി പാടില്ല എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ. പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്യുക, എന്താ പറയുക അല്ലെ, അങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ പല ടീച്ചേഴ്സും നമ്മുടെ ഇവിടെ യഥാർത്ഥ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അവരെ നാറ്റിക്കുക, അല്ലെങ്കിൽ അവരെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഗിൽട്ട് അടിപ്പിക്കുക, അല്ലെങ്കിൽ ഇൻസെക്യൂർഡ് ആക്കുക, കോൺഫിഡൻസ് കളയുക, ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുക. ഈ പരിപാടിയാണ് ഇവിടെ പല ടീച്ചേഴ്സും ആക്ച്വലി ചെയ്യുന്നത്. അത് ഈ സിനിമയ്ക്കകത്ത് എന്താണ് ആ ഒരു സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു സദാചാര സെറ്റപ്പാണ് ആക്ച്വലി കാണിച്ചിരിക്കുന്നത്. അത്രത്തോളം ഇവിടെ നടക്കണ്ടോന്നും എനിക്കറിയില്ല, പക്ഷെ അത് വൃത്തിക്ക് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു പോയിന്റ്, ആ ഒരു മെസ്സേജ്, അത് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഒന്നിന്റെ ഒരു കുറവില്ല. കോമഡി, ലൈനടി, അതായത് സ്കൂൾ ഫണ്ടിന് ഫണ്ട്, അതേപോലെ അഡോളസൻസിന്റെ സമയത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ വേറെ, ഈ പുകവരി, അത് കള്ളുപിടി, അത് ലഹരി, അത് അവസാനം എന്താ പറയാ ബ്രദേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ്, അത് ഫാദർ തമ്മിലുള്ള ബോണ്ടിങ്, അത്. ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മറ്റേ ബിജുക്കുട്ടന്റെ ക്യാരക്ടർ. അയ്യോ, ബിജുക്കുട്ടൻ മൂത്താണ് കേട്ടാ. എനിക്ക് സത്യം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കാൻ തോന്നി. സീരിയസ്ലി നല്ല ക്യാരക്ടർ. വിഷമാവും അവസാനമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. എനിക്ക് വിഷമായി, എനിക്ക് സങ്കടമൊക്കെ. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ, പുള്ളിയുടെ മറ്റേ എന്താ പറയാ വിനായക് എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ അച്ഛനായിട്ടാണ് ബിജുക്കുട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോ രസമല്ല, എന്താ പറയാ, അത് ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര ഇമോഷണൽ ആക്കുന്ന സംഗതിയാണ്. അപ്പൊ ഇത്ര പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇത് എങ്ങനെ ഒരു കൈൻഡ് ഓഫ് പടമാണ്, എനിക്ക് എങ്ങനെയാണ് ഈ സിനിമയെ കുറിച്ച് ഫീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അടിപൊളി പടം. പിന്നെ ഇതിൻ്റെ അകത്ത് അമീനും ഒക്കെ ഉണ്ട്. മറ്റേ റീൽസിലുള്ള എല്ലാ പിള്ളേരും ആക്ച്വലി ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. ആമീന്റെ ടീമിലുള്ള എല്ലാവരെയും ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടു. പിന്നെ വേറൊരു പുള്ളിക്കാരനുണ്ട്, അവന് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പരിപാടികളായിട്ടാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. പക്ഷെ എല്ലാവരും കൊടുത്ത സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മെയിനായിട്ട് ഹാഷിറും പിന്നെ അലൻ, വിനായക് ഒക്കെയാണ് ആക്ച്വലി പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ അയ്യോ സുജിനാണോ ബിജിനാണോ എന്താ പുള്ളിയുടെ പേര്, അങ്ങനെ ഒരു പുള്ളിക്കാരനുണ്ട് കേട്ടോ. ആ പുള്ളി, ഓക്കെ, അവരാണ് മെയിനായിട്ട് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഗംഭീര ആക്ടേഴ്സ് ആണ് ഇവര്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. എവരി വൺ റിയലി സാറ്റിസ്ഫൈഡ്, ടോട്ടലി സാറ്റിസ്ഫൈഡ്, റിയലി ഹാപ്പി ആൻഡ് മിക്സഡ് ഇമോഷൻസ്. എന്താ പറയാ, എല്ലാ രീതിയിലും ഈ സിനിമ തൃപ്തിപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, മനസ്സും കണ്ണും നിറഞ്ഞു.